ഹാപ്പി ക്രിസ്മസ്. ബൈ. ഹേ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. പക്ഷേ ഞങ്ങളിപ്പോഴും ക്ലാസ്സിലിരുന്ന് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഫൈനൽ ഡേ ഓഫ് സബ്മിഷനാണ്. കാരണം റെക്കോർഡ് കിട്ടിയപ്പോൾ കുറേ ലേറ്റായി. അതുകൊണ്ട് തന്നെ അത് ചെയ്തു തീർക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോൾ വളരെ മനോഹരമായിട്ട് സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടു. പിന്നീട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ, അതായത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫുൾ പിക്ചേഴ്സ്, അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുൽക്കൂട് മത്സരം നടക്കുന്നതായി അറിഞ്ഞത്. പിന്നെ അവിടെ ചെന്ന് 2 ടീംസിൻ്റെയും പുൽക്കൂടുകൾ കണ്ടു. വളരെ മനോഹരമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയമായത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അവരവർ വാങ്ങിച്ച ചെറിയ ഗിഫ്റ്റുമായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഒരു ബോക്സിനകത്ത് കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് എൻ്റെ 2024 ബാച്ചിലെ, അതായത് വളരെ കൊച്ചുകുട്ടിയായിട്ടുള്ള സുഹൃതയായിരുന്നു, 2024 ബാച്ചിൽ. എന്നിട്ട് ഞാൻ അവർക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കൊടുത്തു. അപ്പോൾ തന്നെ എനിക്കൊരു ഹൗസ് സർജൻ ക്രിസ്മസ് ഗിഫ്റ്റ് തന്നു. അപ്പോൾ കൊടുക്കലും വാങ്ങലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്രിസ്മസ് ട്രീയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം എല്ലാവരും അവരുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ സ്റ്റേജിലോട്ടൊക്കെ കയറി. ആ സമയത്ത് രാജകീയ പ്രൗഢിയോടെ കൂടി സാന്റയും പരിവാരങ്ങളും അവിടേക്ക് വന്നു. പിന്നെ പൊന്നും മീറയും കുന്തിരിക്കവുമായി രാജാക്കന്മാർ യേശുദേവനെ കാണാൻ വന്നതുപോലെ ഞങ്ങളുടെ കോളേജിൻ്റെ രാജാക്കന്മാർ മധുരവും കേക്കും ഒക്കെയായിട്ട് സ്റ്റേജിലേക്ക് രംഗപ്രവേശനം ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് റെക്കോർഡിൻ്റെ പണിയുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി എല്ലാ റെക്കോർഡും HOD സൈൻ ചെയ്തു തന്നു. ഈ സമയത്ത് കേക്ക് മുറിക്കലും ക്രിസ്മസ് ദിന സന്ദേശം നൽകലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നീട് കരോൾ ഗാനം, പിന്നെ ചെറിയൊരു നാടകം, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഓടുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു. അതല്ലാണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നീട് റെക്കോർഡെല്ലാം സബ്മിഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളുടെ, അതായത് ജൂനിയർ കുട്ടികളുടെയും ഒക്കെ ഡാൻസൊക്കെ കാണാൻ പറ്റി. എക്സാമും റെക്കോർഡും അതുപോലെ സെലിബ്രേഷനും ഒന്നിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ വരുന്നത്. സാരമില്ല, അടുത്ത ക്രിസ്മസ് ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും എന്നാണ് വിശ്വാസം. എല്ലാവരുടെയും പ്രോഗ്രാംസ് കണ്ട് ഞാൻ ഇങ്ങനെ തളർന്നിങ്ങനെ ക്ഷീണിച്ചിരിക്കണം. കാരണം ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാഷണൽ ആന്തത്തിന് ശേഷം പിന്നെ ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ അവിടുത്തെ കലാശക്കൊട്ടിൽ പങ്കെടുത്തു. പാട്ടായി, ഡാൻസായി, ആകെ ബഹളം. പിന്നെ എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് തോന്നി, ഞാനും പോയി ഡാൻസ് കളിച്ചു. അങ്ങനെ അത്രയൊക്കെയുള്ളൂ ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടി. ടാറ്റാ, ബൈ ബൈ.